നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇടതുമുന്നണി ഇക്കുറി വട്ടപൂജ്യമാണ്. വോട്ടെടുപ്പ് അടുക്കുംതോറും LDF പിറകോട്ടാണ് എന്നാണ് റിപ്പോർട്ട്. നിലവിലെ ആലപ്പുഴയും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തിരിച്ചടി നേരിടും എന്ന് രാഷ്ട്രീയ അവലോകനങ്ങൾ വെളിപ്പെടുത്തുന്നു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണത്തിൽ എത്തിയ പിണറായി സർക്കാർ ജനകീയതയുടെ കാര്യത്തിൽ ഏറെ പിന്നോക്കം പോയതായി പല ഏജൻസികളും നടത്തിയ സർവേകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിൽ ഒരു സീറ്റിൽ പോലും വിജയം കണ്ടെത്താൻ കഴിയില്ല എന്ന അഭിപ്രായമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന അവസരത്തിൽ UDFന് തുല്യമായ ശക്തിയിൽ നിന്നിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എല്ലാ മണ്ഡലത്തിലും പിന്നിലാണ് എന്നാണ് അഭിപ്രായ സർവേകൾ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരിൽ പലരും മികവുകൊണ്ട് ജനങ്ങളുടെ വലിയ താല്പര്യം നേടിയെടുത്ത ആൾക്കാരായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പല മന്ത്രിമാരും പിടിപ്പ് കെട്ടവരാണെന്ന് പൊതുവായ അഭിപ്രായം ഏറെ കാലമായി നിലനിൽക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾ വലിയ താല്പര്യത്തോടെ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ സ്ഥിരമായി മുടങ്ങിയതും റേഷൻ വിതരണത്തിലും സപ്ലൈകോ സ്റ്റോറുകളിലെ തകരാറുകളും അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് വർധന, കുടിവെള്ള ചാർജ് വർധന, കെട്ടിട നികുതി വർധന തുടങ്ങിയ സർക്കാർ തീരുമാനങ്ങളും സാധാരണ ജനങ്ങളിൽ വളരെയധികം എതിർപ്പ് ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു. ഇതിൻ്റെ എല്ലാം തിരിച്ചടി കൂടിയാകണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തോൽവിക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരളവും ഏറ്റവും ഗുരുതരവുമായ ഭീകരവുമായ പ്രതിസന്ധികളെയാണ് അന്ന് നേരിട്ടത്. മഹാപ്രളയം, കോവിഡ് മഹാമാരി, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അതിശക്തമായ പ്രവർത്തനങ്ങൾ വഴി ഇതിനെയെല്ലാം നേരിട്ട കരുത്തറ്റ ഭരണം എന്ന പ്രതീതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇത്തരം ഒരു ജനപ്രീതിയും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ശബരിമല വിഷയവും മറ്റുമാണ് UDFലെ പ്രത്യേകിച്ചും കോൺഗ്രസിലെ എല്ലാ സ്ഥാനാർത്ഥികളും വൻ വിജയത്തിൽ എത്തിയതിന് വഴിയൊരുക്കിയത്. ഇതിനു പുറമെയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിൽ മത്സരിക്കാനെത്തിയതും അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയേക്കുമെന്ന പ്രചരണം വ്യാപകമായതും. ഈ രണ്ട് ഘടകങ്ങളും ഒത്തുചേർന്നപ്പോഴാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അടക്കം UDFലെ സ്ഥാനാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായ ഭൂരിപക്ഷമായി വൻ വിജയം നേടിയെടുക്കാൻ അന്ന് കഴിഞ്ഞത്. എന്നാൽ ഈ പറയുന്ന ഘടകങ്ങൾ ഒന്നും ഇപ്പോൾ ഇല്ല എങ്കിലും ഈ സാധ്യത പോലും മുതലെടുക്കാൻ LDFന് കഴിഞ്ഞില്ല എന്നത് മുന്നണി നേതാക്കൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 സീറ്റിലും UDF നേടുകയും ആലപ്പുഴ മാത്രം LDFന് വിജയിക്കാൻ കഴിയുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ LDFും UDFും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുന്നു എന്നും പകുതി സ്ഥലങ്ങളിൽ വീതം ഇരുമുന്നണികളും ജയം കണ്ടെത്തും എന്നുമുള്ള വിലയിരുത്തലുകൾ അന്നുണ്ടായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് ദിവസം അടുക്കും തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാഫ് താഴോട്ട് പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്. കേരള സർക്കാർ നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക ബാധ്യതയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചകൾ മൂലം പല പദ്ധതികളും മുടങ്ങുന്നതും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം വരെ തകരാറിലായതും എല്ലാം ജനം വിലയിരുത്തുന്നു എന്നും ഇതുകൂടി പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തമാക്കിയിട്ടുള്ള ആലപ്പുഴയിൽ പോലും ജയസാധ്യത ഇടതുമുന്നണിക്ക് ഇല്ലാതാവുന്ന സ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുകയാണ്. ഒരു കാര്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടേണ്ട വസ്തുതയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനവും നിലവിലെ സർക്കാരിൻ്റെ പ്രവർത്തനവും തമ്മിൽ തുലനം ചെയ്താൽ രണ്ടാം പിണറായി സർക്കാർ പ്രവർത്തന കാര്യത്തിൽ ഏറെ പിറകോട്ട് പോയതായും ഒരു മേന്മയും എടുത്തു കാണിക്കാൻ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയ ഭരണമായിരുന്നു എന്നും വ്യക്തമാക്കുന്നു.
സംസ്ഥാനത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ധനകാര്യമന്ത്രിയുടെ മാത്രമല്ല മുഴുവൻ മന്ത്രിമാരുടെയും പിടിപ്പുകേടുകളുടെ ഭാഗമായാണ് എന്ന് ജനം വിലയിരുത്തപ്പെടുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന് ന്യായീകരണം നടത്തിയ ധനകാര്യമന്ത്രി എല്ലാ വിഷയത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ് ധനമന്ത്രി വിലപിക്കുമ്പോൾ ജനം തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കടമെടുക്കാതെ ഭരണം നടത്തുന്നതല്ലേ ഒരു സർക്കാരിന്റെ മികവ് എന്ന ആ ചോദ്യത്തിന് ധനമന്ത്രിയോ സർക്കാരോ ഇതേവരെ മറുപടിയും പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക എന്നത് മാറി മറ്റു ചില പ്രവർത്തന ശൈലിയിലേക്ക് നിലവിലെ സർക്കാർ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കൊട്ടിഘോഷിച്ച മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയും നടത്തിയ കേരള യാത്ര പോലും രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ഒരു ഗുണവും ഉണ്ടാക്കിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതേപോലെ മുന്നോട്ട് നീങ്ങിയാൽ ഒരാഴ്ച കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ മുന്നണി കനത്ത ആഘാതം ഏറ്റുവാങ്ങും തന്നെയാണ് പൊതുവേ ഉള്ള നിലവിലെ വിലയിരുത്തൽ. എന്തായാലും കണ്ടു തന്നെ അറിയാം. നന്ദി.